ബിഗ് ബോസിലൊരു ബാഡ് ടച്ച് നടന്നിരിക്കുന്നു. ബാഡ് ടച്ച്, വളരെ വൃത്തികെട്ട ടച്ച്. എൻ്റെ പൊന്നു ഒനിയിലെ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? താൻ എന്തിനീ ആവശ്യമില്ലാത്ത വണ്ടിയൊക്കെ വരുന്നിടത്തോടൊക്കെ പോകുന്നത് എന്തിനാ? ഇത്രയോ സ്ഥലമുണ്ട് അവിടെ. ആ അടുക്കളയിൽ ആ മറ്റേ സ്റ്റൗ ഇരിക്കുന്നിടത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാൻ മേലെന്ന് എനിക്ക് അത് കണ്ടുപിടിക്കാനായിട്ട്. ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുന്ന ആ കഴിഞ്ഞ ദിവസം കയറി വന്ന ആ പെണ്ണ് ലക്ഷ്മി, അവളോട് വന്ന് മസ്താനി, എൻ്റെ മസ്താനി നിനക്കൊരു അത്താണി ഇല്ലാതെ വരുവാണല്ലോ അവിടെ. എന്തൊരു അവസ്ഥയാണിത്. അവൾ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ നേരത്തെ ഡെമോയുടെ ആളാണ് മസ്താനി. മസ്താനി എനിക്ക് അങ്ങോട്ടത് ശരിയായിട്ട് തോന്നിയില്ല. അവിടെ ഇടയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് മസ്താനി. എന്നാലും എനിക്ക് അറിയില്ല, അത് ഇന്നപ്രോപ്രിയേറ്റ് ടച്ചാന്നൊക്കെ പറയുന്നു. ലക്ഷ്മി എന്ന് പറഞ്ഞവള് ഒനിയിലൊക്കെ അങ്ങ് അയ്യടമായിപ്പോയി. പുള്ളിയുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല കേട്ടോ. മച്ചാൻ അവിടെ ഒരു കുഴപ്പമില്ലാത്തൊരു പുള്ളിയാണ് ഒനിയിൽ. ഞാൻ പുള്ളീനെ ചീത്ത പറഞ്ഞാൽ ഒരിക്കലും പറയത്തുമില്ല. അങ്ങേരെ ഒരു മാന്യമായിട്ടവിടെ നിൽക്കുന്നൊരു മനുഷ്യനാണ് എനിക്ക് തോന്നുന്നത്. അങ്ങേർക്കൊക്കെ അത് ഈ മസ്താനിയുടെ ഒക്കെ വർത്താനം അറിയാമല്ലോ. ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിഷയം കൊണ്ട് ചേലച്ച് നേടുന്ന ആളാണ് പുള്ളിക്കാരത്തേക്ക്. അതൊക്കെ എന്തിനു പോയിക്കൊണ്ട് പറഞ്ഞു. അയാൾ അതിലെങ്ങാണ്ട് പോയി പാമ്പിടിച്ചവനെങ്ങാണ്ട് സോറിയും പറഞ്ഞു. പുള്ളി എന്തോ ദൈവമേ പണി പാളിയില്ല, എന്തോ ഭീകര സാധനം എൻ്റെ തലയിലോട്ട് വന്ന് കയറാൻ പോകണ ദൈവമേ. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്നൊരു ആ ഒരു പഴഞ്ചൊല്ലൊക്കെ പുള്ളിയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പുറത്ത് കയറി ഇറങ്ങിപ്പോയി കാണും. അതിനകത്ത് ഡീസൻ്റ് ആയിട്ട് വന്ന് നമ്മുടെ ഷാനവാസ് പറഞ്ഞു, ഡേ അളിയ നീ ഒത്തിരി കുനിയല്ലേ, ഒത്തിരി നീ ഇതാക്കേണ്ട കാര്യമില്ല, നീ ആൺകുട്ടിയല്ലേ. ഇത് പറയുമ്പോഴത്തേക്കും എൻ്റെ പെൺപിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വന്നിട്ട് അതിനാണൊക്കെ എന്നെ എത്ര പ്രത്യേകത, ആണൊക്കെ എന്തും ചെയ്യാന്നാണോ, ഇങ്ങനൊന്നും ചോദിക്കണ്ട, സംഭവം അത്രേ ഉള്ളൂ, കാര്യം കഴിഞ്ഞു, അവസാനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ നിനക്കെന്ത് കുഴപ്പം? ലക്ഷ്മി എന്ന് പറഞ്ഞവൾക്ക് ഇവിടെ എനിക്ക് അങ്ങനെ പറയാനറിയാം, എനിക്ക് അങ്ങനെ തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അത് പറയും ഇത് പറയും. അയാൾ വന്നിട്ട് ക്യാമറ എടുത്ത് വന്നിട്ട് വീണ്ടും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു. അതിനിടയ്ക്ക് അത് കേട്ടിട്ട് ഇവള് വീണ്ടും കൈയടിക്കുന്നു. ഇത്ര ചീപ്പ് പരിപാടി കാണിക്കരുത്. എൻ്റെ ബിഗ് ബോസ് ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇന്നപ്രോപ്രിയേറ്റ് ടച്ച്, അയ്യോ ദൈവം നമ്മുടെയൊക്കെ എനിക്കത് പറയാനും പോലും അറിയത്തില്ല ടച്ച് എന്നാണ്. ഇങ്ങനെയുണ്ടോ ടച്ച്? വാട്ട് എ ടച്ച്.